ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി. ഞാൻ വീണ്ടും എത്തിയേ. നമ്മൾ അടിച്ചു വെച്ച പോകുന്ന റോഡ് ഷോസിൻ്റെ ആരും കാണാത്തൊരു വെർഷനാണ്. അങ്ങനെയൊക്കെയാണ് എന്നോട് ഡൊമിങ്കോസ് പറഞ്ഞത്. എനിക്കറിയില്ല. അതിന് മുമ്പ് നമുക്ക് നേരെ പോയി റിയയുടെ ചിഞ്ചാനെ പിഞ്ചാൻ്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞിട്ട് വരാം. സോ ഗൈസ് നമ്മൾ റിയയുടെ ചിഞ്ചാൻ പിഞ്ചാൻ്റെ അടുത്തിട്ടുണ്ട്. റിയ ചിഞ്ചാൻ പിഞ്ചാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. ഓക്കെ ഫ്രാങ്ക്ലിൻ, പോയിട്ട് വാ. അപ്പോൾ താത്താവേ. സോ ഗൈസ് അങ്ങനെ നമ്മളെല്ലാവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളെ ഇപ്പോഴത്തെ കളക്ഷൻ കാണാം. നമ്മൾ ഡിഫൻഡറുണ്ട്, പിന്നെ നമ്മളെ കില്ലാലൊക്കെ റോഡ്സ് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് കാണിച്ചു തരാം. നമ്മുടെ എല്ലാ കാറും ഇവിടെ ഉണ്ട് കേട്ടോ. ഫെറാറിയുടെ ഫുൾ കളക്ഷൻ ഉണ്ട്. ബാക്കി എവിടെയാണെന്നറിയില്ല. പൂജയൊക്കെ വെച്ചേക്കണം. നാളെയല്ലേ പൂജ എടുക്കണം. അപ്പം നാളത്തെ വീഡിയോയിൽ എല്ലാ കാറും കാണിച്ചു തരാം. നിങ്ങൾ ആരാധകരെ സാധുവാകും. ഞാൻ നാളെ കാണിച്ചു തരാമല്ല. നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി നമ്മുടെ ലൊക്കേഷൻ ചോദിച്ചിട്ട് ആ റോഡ് ചോദിച്ചിട്ട് ഏത് വേഷനാന്ന് പോലും അറിയില്ല. ഏത് വേഷനാന്ന് അറിയാൻ നമുക്ക് സാവധാനമായി കാത്തിരിക്കാം. എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. അപ്പത്തെ വല്ല പുതിയ വേഷനാണോ? ഗോൾഡൻ ഡയമണ്ടൊക്കെ RGB നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വല്ല സിൽവർ വേർഷനാണ് ഇത്. ഗസ്സും അയ്യോ അവരെ കൊന്ന് അങ്ങനെ ദൈവം കണ്ട് നമുക്ക് ശിക്ഷയും തന്ന് നമുക്ക് ചാടി 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 നേരെ നമ്മളെ കാർ പോയി എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്തോ. ഇല്ലേ നമുക്ക് വേറെ ആരുടെ കാർ അടിച്ച് പറ്റാം. അതേ കിടക്കണം പാർട്സായി നമ്മുടെ കാറ്. നിങ്ങൾക്കിപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമോ? എത്ര മേലെയും താഴെ വീണാലും കുറച്ച് മുറുക്കാൻ തുപ്പിട്ട് എനിക്ക് തരും. പറ്റുമോ ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യൊക്കെ യെസ് എന്ന്. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. ഇന്നാരും ഇടിച്ചിട്ടില്ല. ഇത് കണ്ട, ഇതൊക്കെയാണ് ഡ്രൈവിംഗ് സ്കില്ല്. കണ്ട, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഗേറ്റ് ഓപ്പൺ ആയിട്ട് അതിൻ്റെ മേലെ ചാടിച്ചേട്ടാ, അതാണ് സ്കില്ല്. ഇനിയും പെട്ടെന്ന് ആ വൃത്തികെട്ട സാധനം, എനിക്ക് ഇഷ്ടമല്ല ഈ സ്റ്റെപ്പ്. ഇപ്പം വീഴും. ഞാൻ പറഞ്ഞില്ലേ ഇടിച്ച് വീഴും. നിങ്ങൾക്ക് ഇങ്ങനെ എയറിലൊക്കെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് പറ്റും. എടാ, നീ ആ ലൊക്കേഷൻ ചോദിച്ചല്ലേ വന്നെ? അതിന്റെ ലൊക്കേഷൻ നമ്മുടെ ജുറാസിക് പാർക്കിലെ പുതിയ വീട് പോലത്തെ സ്ഥലമില്ലേ, അവിടെ എവിടെയാണ് ഉള്ളത്. പോലീസ് നിന്നെ പിടിച്ചില്ലെങ്കിൽ ഇല്ലേ, എന്റെ പേര് ഡൊമിങ്കോസ് എന്നല്ല. അപ്പൊ ടാറ്റ വൈബ്. ഡൊമിങ്കോസ് പറഞ്ഞേട്ടോ പോലീസ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രം എൻ്റെ വീട് അപ്ഗ്രേഡ് ചെയ്യില്ല. അവൻ അപ്ഗ്രേഡ് ചെയ്തു കേട്ടോ. സിമോണിലെ ആഴം കൂട്ടി. ഞാൻ പറഞ്ഞ് മടുത്തു. എന്നിട്ട് ഇച്ചിരി ആഴം കൂട്ടിയുള്ളൂ. പിശുക്കൻ, ഭൂലോക പിശുക്കനായി ഡൊമിങ്കോസ്. പിന്നെ നമ്മുടെ റൈസ് സ്കിൽസിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ഒരു ഡോർ പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഈ 4 ഡോറില്ല ഓടിക്കുമ്പില്ലേ, അത് പ്രത്യേക സുഖമാണ്. ഇനി നമുക്ക് നേരെ ജുറാസിക് പാർക്കിലേക്ക് പോവാം. പോലീസ് പിടിച്ചിട്ട് ഡൊമിങ്കോസിൻ്റെ പേര് തന്നെ മാറ്റുന്നതെന്ന് പറഞ്ഞേക്കണം. പോലീസ് പിടിച്ചില്ലെങ്കിൽ പോലീസ് വന്നില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഒരു സാധനത്തെ കാണിച്ചു തരാം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണെന്ന്. ഇതാണ് നമ്മുടെ ജയൻറ്റ് ഡോറേമോൻ സ്റ്റാച്ചു. ഇവിടെ മൊത്തം കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. ഓഗിയുണ്ട്, ഡോറേമോൻ ഉണ്ട്, ഞാൻ പറഞ്ഞ പിടിച്ച ഷിൻചാനുണ്ട്, ചൂച്ചു ചാൾസ് ഉണ്ട്, തോമസ് ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലും വലുതുണ്ടാവും കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കുറേ കാലമായി. എന്തായാലും നമുക്ക് നേരെ നമ്മളെ കാർ തപ്പി ഇറങ്ങാൻ. ഇവിടുത്തെ ഡോറാബുജി പറയണ പോലെ അല്ല, നമ്മളെങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടെങ്കിലും പോവാം. ഇതാണ് ആ വീട് പോലത്തെ സ്ഥലം ഡൊമിങ്കോസ് പറഞ്ഞത്. ഷേടാ വിഷയം കാറ്, ഒന്നും പറയല്ല. ഷേടാ ഇത് ഫുള്ള് ഗോൾഡ് വെച്ചാ വളർത്തേക്കണേ. ഷേടാ ഇന്റീരിയറും ഗോൾഡാണല്ലോ. പക്ഷെ നമ്മൾ നേരത്തെ അടിച്ച ഇന്ത്യയിലൊക്കെ ലെതറായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇന്ത്യയിലെ ഗോൾഡാണ് സീൻ. അതാണ് ഈ റോഡ് സോഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. പോലീസ് പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് പോവാം. എവിടെ വീട്ടിലേക്ക്? അയ്യോ ഇതെന്ത് പറ്റി? കുഴപ്പമില്ല, എങ്ങനെ എടുക്കാം. സോഴ്സ് അങ്ങനെ നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ടാണ് ഇന്നും അവർക്ക് ഷോർട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. കാരണം ഇത് ഇൻറ്റീരിയർ ഗോൾഡാണ്. ഒന്നാമത് റോഡ് സൈസാണ്. അതൊക്കെ വേറെ കാര്യം. ഇത് കണ്ട, ഈ മരത്തിൻ്റെ ഇടയ്ക്ക് ഓടിക്കാൻ വേണ്ടി സ്കിൽഡ് ഡ്രൈവറിന് മാത്രമേ എത്തുള്ളൂ. ഡ്രൈവിംഗ് സ്കിൽസിനായിട്ട് നിങ്ങൾ ഒരു ലൈക്ക് അടിക്കില്ലേ? ഇങ്ങനത്തെ ഡ്രൈവിംഗ് സ്കിൽസൊക്കെ ഡോറൊക്കെ അടർന്നു പോയിട്ടുണ്ട്. പോലീസ് വന്നാൽ ഇതെല്ലാം അടർന്നു പോകില്ലേ, അപ്പം റിപ്പയർ ആക്കാം. അതുകൊണ്ട് എൻ്റെ ബുദ്ധി ഭയങ്കര ഐക്യു കൂടിയ ആളെന്ന് അറിയാമല്ലോ. പിന്നെ എന്ത് പറയാൻ. ഇപ്പം പോയി ഇടിച്ച് കയറ്റിയാൽ ഇനി വീട്ടിൽ പോവാൻ വേറെ പോലീസ്. സോ ഗൈസ് നമുക്ക് 2 സ്റ്റാറായിട്ടിടോ. ഇവന്മാർക്ക് വട്ടാ തമ്മിലൊക്കെ ഇടിച്ചിരുന്നു. പക്ഷെ എൻ്റെ മോനെ ഒന്നും പറയാനില്ല.
തമ്മിലൊക്കെ ഇടിച്ചിടുന്നത് വട്ടാണ്. കുറച്ച് നേരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം. അല്ലെങ്കിൽ ഇവിടെ കയറാന്ന് ഒളിച്ചിരിക്കാന്ന് ചോദിച്ചാൽ അത് സമ്മതിച്ചില്ല. ഒളിച്ചിരിക്കാൻ സമ്മതിച്ചില്ല. സൈക്കോ മോഡാണ്. നിങ്ങൾക്ക് ഇതൊക്കെ പറ്റും. റോഡിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അവിടെ വണ്ടി കയറ്റുക. ഇതൊരു നടക്ക് പോകണമെന്ന് തോന്നുന്നില്ല. മിക്കവാറും സൈക്കോ മോഡ് കണ്ടു വരും. പക്ഷേ 2 സ്റ്റാർ എന്തിനായിരുന്നു വന്നത് അറിയില്ല. ഇനിയും സൈക്കോ മോഡ് കയറണം. അതേ ഒരു വഴിയുള്ളൂ. വേറൊരു പരിഹാരം ഇനി ഇല്ല. അതാണ് അതിൻ്റെ ഒറ്റ ഉത്തരം. ഈ വട്ടം നമ്മൾ ഇവിടെ നിന്നൊന്നും അല്ലേ ഹാൻഡിൽ ചെയ്യാൻ പോണേ. ഇവിടെ നിന്ന് വെടിവെക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഇത് വെച്ചും വെടിവെക്കാൻ പറ്റില്ല. ഇനി കളിക്കളത്തിലയ്യോ മാസ് കളിക്കാൻ സമ്മതിക്കില്ല. അത്രേ ഉള്ളൂ. എല്ലാവരും ചാവട്ടെ. അതെന്താ കൊള്ളാത്ത ചാവടെല്ലാവരും. എവിടെ ഇതും കൂടെ അടുത്തിരി. ഇവരൊക്കെയാണ് ഈ പാരവെക്കണ ആൾക്കാർ. എല്ലാത്തിനും അങ്ങോട്ട് കൊന്നുകളെ. വേറെ ഏതെങ്കിലും പോലീസാണ് നോക്കട്ടെ. ചാവടയൊക്കെ ചാവ്. അവൻ്റെ ലോങ് റേഞ്ച് പോണില്ല കേട്ടോ. കുഴപ്പമില്ല, അടുത്തേക്ക് വെടിയേക്കാം. അല്ലെങ്കിൽ ഇനി എനിക്ക് മേളിൽ വരെ ഓടാൻ വയ്യ. ഇതെടുത്ത് മേളിൽ കൊണ്ട് വെച്ചിട്ട് വെടിവെച്ച് കളിക്കാം. കുറച്ച് സൈക്കോ ആണ് ഞാൻ. നോർമൽ സൈക്കോ ഒന്നുമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള. ഇവനെയൊക്കെ കൊല്ലണം. ഇവന്മാരാണ് നമ്മളെ പാര വെക്കണം. അപ്പോൾ ഇവരൊക്കെ കൊല്ലണ്ടേ? അത് നല്ല കാര്യമില്ലേ? പാര വെക്കുന്നവരെ കൊല്ലുന്നു. വേറെ ഒന്നും ചെയ്യാനുള്ള. പറത്തിനെ ഞാൻ റോക്കറ്റ് പറത്തണ പോലെ പറത്തുന്നു. അത്രേ ഉള്ളൂ. റോക്കറ്റ് പറക്കട്ടെ. ഈ ഒറ്റോടി ഇതാ കറക്റ്റ് റിപ്പയർ ആക്കി തരാം. പ്രദീപിലൊക്കെ എണിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കാർ ശരിയാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റിയലും പിഞ്ചാനടുത്ത് പോയി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഇവനൊക്കെ കൊല്ലണം. ഇവന്മാരാണ് പാര മക്കളെ. അതാണ് ഇവന്മാരൊക്കെ കൊല്ലേണ്ട ഒരു കാര്യമില്ല. പക്ഷെ വെറുതെ ഇതൊക്കെ ഒരു മനസ്സുഖമല്ലേ? ഇങ്ങനത്തെ മനസ്സുഖമൊക്കെ അവർക്ക് ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു, തള്ളിയിടുന്നു, ഉന്തിയിടുന്നു, ഇരിക്കുന്നു. അതൊക്കെ നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ. ചെറിയ സന്തോഷം മാത്രം, വേറെ ഒന്നും ഇല്ല നമുക്ക് നേരെ റിയൽ പിഞ്ചാൻ്റെ അടുത്ത് പോയി താഴത്തേക്ക് വിളിച്ചോണ്ട് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. നമ്മൾ റിയൽ പിഞ്ചാൻ്റെ അടുത്ത് വെച്ചോണ്ട് പിഞ്ചാൻ എല്ലാവരും താഴത്തേക്ക് പോവാം. ഞാൻ വിളിച്ചിട്ട് വരാം. അവരങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി താഴെ ചെന്ന് വെയിറ്റ് ചെയ്യാം. അവർക്ക് വലിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. പിഞ്ചാനോട് വെച്ചിട്ട് പിഞ്ചാൻ എങ്ങനെയുണ്ട് ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്? സൂപ്പർ കാറാണ് ഇത്. ഇന്ത്യയിലേയും കൊണ്ട് ഇതിന്റെ വിഷയം കാണാൻ പിഞ്ചാൻ നമ്മുടെ കാർ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാക്കിയോ? ഇനി ഇതുപോലത്തെ കാറൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോഴേക്കും സബ്സ്ക്രൈബ് ഓൺലൈക്ക് വെച്ചെങ്കിൽ ഞാൻ ഇന്ന് ഊരി എടുക്കട്ടെ സ്വയം.